വിരമിച്ച സൈനികന് ചികിത്സാ ചെലവ് നിഷേധിച്ച ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തുകയായ 5 ലക്ഷവും നഷ്ടപരിഹാരമായി 2 ലക്ഷം രൂപയും നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു. മഞ്ചേരി വലിയട്ടിപ്പറമ്പ് സ്വദേശി ചുണ്ടയിൽ വിവേക് സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ വിധി. പരാതിക്കാരൻ 20 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 2022-ലാണ് റിട്ടയർ ചെയ്തത്. ഡൽഹിയിൽ സൈനിക വിദ്യാലയത്തിൽ LKG-യിൽ പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് 1 വർഷം കൂടി സൈനിക ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ അനുമതി വാങ്ങിയിരുന്നു. അതിനിടെയാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആരോഗ്യ പോളിസി എടുത്തത്. രാജ്യത്തുടനീളം പ്രധാന ആശുപത്രികളിൽ ചികിത്സാ സൌകര്യം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തത്. 2023 ഫെബ്രുവരി 25-ന് പരാതിക്കാരൻ ഡൽഹിയിലെ സൈനിക ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പ്ലാസ്റ്റിക് കസേരയിൽ നിന്ന് താഴെ വീണ് വലത് കൈക്ക് ഗുരുതരമായി പരിക്കുപറ്റി. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രി ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയമായതിൽ ചെലവായ 5,72,308 രൂപ അനുവദിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചപ്പോഴാണ് ആനുകൂല്യം നിഷേധിച്ചത്. ഇൻഷുറൻസ് പോളിസിയിലെ മേൽവിലാസവും അപേക്ഷയിലെ വിലാസവും വ്യത്യസ്തമാണെന്നും പോളിസി എടുത്തപ്പോൾ എല്ലാ രോഗവിവരങ്ങളും അപേക്ഷയിൽ പറഞ്ഞില്ലെന്നും ഡൽഹിയിലെ വിലാസത്തിൽ പോളിസി എടുക്കുമ്പോൾ കൂടുതൽ പ്രീമിയം നൽകണമായിരുന്നുവെന്നും ഇൻഷുറൻസ് കമ്പനി ബോധിപ്പിച്ചു. അപേക്ഷയിൽ പറഞ്ഞ വിവരങ്ങളിൽ അപാകതയില്ലെന്നും ഡൽഹിയിൽ താൽക്കാലികമായി താമസിക്കുന്ന അപേക്ഷകൻ നാട്ടിലെ സ്ഥിരമായ മേൽവിലാസം നൽകി പോളിസി എടുത്തത് ആനുകൂല്യം നിഷേധിക്കാൻ കാരണമല്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. മഞ്ചേരിയിലെ വിലാസത്തിൽ പോളിസി എടുത്താലും ഡൽഹിയിൽ വെച്ച് അപകടം പറ്റി ചികിത്സ തേടിയാൽ പ്രീമിയത്തിന്റെ അനുപാതത്തിൽ മാത്രമേ ചികിത്സാ ആനുകൂല്യം നൽകുകയുള്ളൂ എന്ന വാദം ന്യായമല്ല. ചികിത്സ തേടാൻ പോളിസിയിലെ വിലാസത്തിലെ പരിസര പ്രദേശത്ത് എത്തിച്ചേരണമെന്ന വാദത്തിന് അടിസ്ഥാനവുമില്ല. ഇൻഷുറൻസ് പോളിസിയിൽ ഇല്ലാത്ത വ്യവസ്ഥ പിന്നീട് മുന്നോട്ട് വയ്ക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കഴിയില്ല. പരാതിക്കാരന്റെ പോളിസി പ്രകാരമുള്ള 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി 2 ലക്ഷം രൂപയും കോടതി ചെലവായി 10,000 രൂപയും 1 മാസത്തിനകം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. വീഴ്ച വന്നാൽ വിധിയായ തീയതി മുതൽ 9% പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിയിൽ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.